ഹായ്, എല്ലാവർക്കും മലയാള ടെക് ട്രാവലിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിയർ ബക്കറ്റ് ചിക്കനാണ്. അപ്പോൾ നമ്മൾ നോൺ ആൽക്കഹോളിക് ബിയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ബിയർ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ബിയർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരു വെറൈറ്റി ആയിട്ട് നമ്മുടെ സ്വർണ്ണ നമ്മുടെ ഒപ്പം ഉണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ബിയർ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ബിയറൊക്കെ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം 1 കിലോ ചിക്കന് 1 ലിറ്ററിൻ്റെ ബിയർ വേണം. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും. നമ്മൾ ഏകദേശം 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാതെ വാങ്ങി ചിക്കൻ്റെ ഉള്ളിലത്തേക്ക് വൃത്തിയാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്താണ് വാങ്ങിയിട്ടുള്ളത്. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ബക്കറ്റിന് പകരം ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റും അതുപോലെ എണ്ണകളൊക്കെ വരുന്ന ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് മുകൾ ഭാഗം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ടിന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രോയിലർ ചിക്കനാണ്, ഏകദേശം 2 കിലോ വരുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ബിയർ നമുക്ക് ഏകദേശം 1 കിലോ ചിക്കന് നമുക്ക് ഏകദേശം 1/2 ലിറ്ററിൻ്റെ ബിയർ വേണം. നമ്മളെടുത്തിട്ടുള്ളത് നോൺ ആൽക്കഹോളിക് ബിയറാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഒരു ബോട്ടിൽ 250 ml ആണ്. അങ്ങനെ നമ്മൾ 4 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 3/4 മണിക്കൂറോളം നമുക്ക് ഈ ചിക്കൻ നമുക്ക് ബിയറിൽ മിക്സ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ബിയർ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാത്ത ചിക്കൻ ആയതുകൊണ്ട് ബിയറിൽ മുഴുവനായിട്ട് മുങ്ങി കിടക്കണില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം മറച്ച് ഇടാം. നമുക്ക് ഏകദേശം 3/4 മണിക്കൂറോളം നമുക്കത് ഈ ബിയറിൽ ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ബിയറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായി നമുക്ക് കുറച്ച് ചുവന്നുള്ളി വേണം. ഒരു 5-6 ചുള ചുവന്നുള്ളി, ഒരു 2-3 പീസ് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അതാണ് നമ്മുടെ അരപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം വന്നിട്ടുണ്ട്. സ്വർണ്ണയുണ്ട്, പവനുണ്ട്, കണ്ണനുണ്ട്, ദുർഗയുണ്ട്, എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ പുറവശത്തുള്ള പാടത്താണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിള്ളേർ ഇപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള ചൂട്ട് കാര്യങ്ങളൊക്കെ കത്തിക്കാനുള്ള ആവശ്യമുള്ള ചൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബക്കറ്റ് ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കൊരു കമ്പി അല്ലെങ്കിൽ വടിയായാലും മതി, നല്ല ഉറപ്പുള്ളത്. അത് നമുക്ക് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് കമ്പി തറച്ചതിന് ശേഷം വാഴയില 2-3 വാഴയില അതിന് ചുറ്റും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്കതിൻ്റെ മുകളിലാണ്, ഈ കമ്പിയുടെ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ ചിക്കൻ നമ്മൾ വെക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ടിന്ന് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമുക്ക് ഇത് ലേറ്റായി. നമുക്കിത് ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കുറച്ച് ലേറ്റായി. എന്തായാലും ഇത് നൈറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട് നമുക്കിത് റെഡിയായി വരുമ്പോഴത്തേനും. അപ്പോൾ ഇതാണ് നമ്മുടെ അരപ്പ്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ ഉള്ളിലും ഉൾവശത്തും അതിനൊക്കെ സൈഡിലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം.
അരപ്പ് അത്യാവശ്യം നന്നായി തന്നെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, ഒന്ന് മൂടി വയ്ക്കാം. ഒരു വാഴയിൽ അല്ലെങ്കിൽ ഒരു അടപ്പൊന്നും വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ നമുക്കത് അരപ്പൊന്ന് പിടിക്കണം. ഇതാണ് നമ്മുടെ പുതുരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായ ഗ്രാമം. നമ്മുടെ മുന്നത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് ഉള്ളൊരു വ്യൂ ആണിത്. ഏകദേശം 6 മണിയായിട്ടുണ്ട് സമയം, വൈകുന്നേരം. ആ സമയത്തൊരു വ്യൂ ആണിത്. നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കമ്പിയുടെ മുകളിൽ അതൊന്ന് കോർത്ത് വെക്കാം. അതിൻ്റെ മുകളിൽ താഴെ മുട്ടാത്ത രീതിയിലാണ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടിന്നെടുത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്, നമുക്ക് ടിന്നിൻ്റെ ചുറ്റും പുറവശത്തും മുകളിലൊക്കെ ആയിട്ട് നമുക്ക് കത്തിക്കാനുള്ള ചൂട്ട്, അതായത് ഓല, അതുപോലെ മറ്റ് വൈക്കോല്, അങ്ങനത്തേക്ക് നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കത്തിക്കണം. കത്തിച്ച് നമ്മൾ ഒരു പ്രാവശ്യം കത്തിച്ച് അത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കത്തിച്ചതിന് ശേഷം, ഫുള്ള് കത്തിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കത്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോവും. അപ്പോൾ 1-2 പ്രാവശ്യം നമുക്ക് കത്തിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് കത്തിച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും അതിൻ്റെ വേവ് പാകമായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് കത്തിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ തവണ കത്തിച്ച ശേഷം നമുക്കൊന്ന് പൊക്കി നോക്കാം നമ്മുടെ ടിന്ന്. അപ്പോൾ ഏകദേശം പാകമായി വന്നിട്ട്, പക്ഷേ കുറച്ച് ഭാഗം കരിഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഉള്ളിലേക്ക് കരിഞ്ഞിട്ടില്ല, പുറം വശം മാത്രമാണ് കുറച്ച് കരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 10 മിനിറ്റ് കത്തിച്ചപ്പോൾ തന്നെ നമ്മുടെ ബിയർ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഭാഗം മാത്രം ഒന്ന് കരിഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ടൈം കത്തിച്ചത് കൂടിയതുകൊണ്ടാണോ അത് തീ കൂടിയതുകൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഓക്കെയാണ്. കുറച്ച് ഭാഗം മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ, ഉള്ളിലേക്കൊന്നും കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബിയർ ബക്കറ്റ് ചിക്കൻ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സലാഡ് കുറച്ചെടുത്തിട്ടുണ്ട്, കുക്കുംബർ, അതുപോലെ ചെറുനാരങ്ങ, സബോള ഒക്കെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡും കൂടിയും കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം വന്നിട്ടുണ്ട്. കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബ്രെഡും കൂടിയും കൂട്ടിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണ ബിയർ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇത്
ഒരു പരീക്ഷണം നോക്കിയതാണ്. എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പുറത്തെ കുറച്ച് കരിഞ്ഞ ഭാഗം മാത്രം മാറ്റി വെച്ചാൽ ബാക്കി നല്ല ടേസ്റ്റാണ്. ഉള്ളിലേക്ക് നന്നായി വെന്തിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, ഉള്ളിലേക്ക് നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഓണത്തിന് നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണാം. എല്ലാവർക്കും മലയാളി ടെക് ട്രാവലിന്റെ ഓണാശംസകൾ.